അങ്ങനെ കാണിക്കുന്ന സമയത്ത് ആ ക്ലിപ്പാണോ നമ്മളെ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അവർ കാണിച്ച പ്രവൃത്തിയാണോ? ഇല്ല, ഞാനിതൊന്നും ശ്രദ്ധിക്കുക അങ്ങനെ ഒരു ഇപ്പൊ ക്ലിപ്പിന്റെ കാര്യം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഹോട്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ അങ്ങനെ അത് ഓരോരുത്തർ പറയുന്നു. ഇപ്പൊ എന്തൊക്കെയാണ് മോർഫിങ് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഞാൻ അതിനെ അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. അങ്ങനെ വന്നു, എന്തായാലും നമുക്കറിയാമല്ലോ ഇത് നമ്മുടെ അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട് ഫോട്ടോസ് വരുന്നു, ആയിക്കോട്ടെ. അതിപ്പോൾ നമുക്കൊരു അത് അവരുടെ ചാനലോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ പരമായിട്ടും അവരത് ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളൂ. ഞാൻ അന്ന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തു അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഞാൻ കണ്ടോ ആയിക്കോട്ടെ, വന്നിട്ട് പൊക്കോട്ടെ എന്നേ ചിന്തിക്കാറുള്ളൂ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്ന സമയത്ത് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ തന്നെ ആദ്യം ഇത് വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഈ സാധനം. ഇപ്പൊ അതൊക്കെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ അതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല. അന്ന് വന്നു എന്റെ മുഖമൊക്കെ എന്നാ ശരി ആയിക്കോട്ടെ കഴിഞ്ഞു, അത് മാറ്റി, അത്രേ ഉള്ളൂ. അല്ല, അതിനൊരു കഴിവ് വേണമല്ലോ. ഇത് കാണുമ്പോൾ തകരാതിരിക്കുക, പെൺകുട്ടികൾ അങ്ങനെയാണ്, അതിനു വേണ്ടിയിട്ടാണോ അവർ ചെയ്യുന്നതും. അപ്പം അത് എനിക്ക് അങ്ങനെയൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു ശക്തി ഉണ്ട്, എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ തളരരുത്. ഞാൻ പറഞ്ഞില്ല, ദേവിയുടെ അനുഗ്രഹമായിരിക്കാം, അങ്ങനെ ഒരു ഇത് എനിക്കുണ്ട്. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഡ്രോപ്പായി പോവാറില്ല. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് പറയുന്നുണ്ട്, പക്ഷെ അത്ര ഈസി ആണോ? അല്ല, വന്ന സമയത്ത് ഞാൻ ഈ സംഭവം ഇതിങ്ങനെ ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സാധനം വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു മാനസികമായിട്ടൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാവുമല്ലോ. പക്ഷെ പിന്നെ നമ്മൾ ഇത് നമ്മുടെ അല്ലല്ലോ. പിന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ സിനിമയിലുള്ള മുഴുവൻ ആൾക്കാരുടെയും പലതരത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മാത്രമല്ല, ഇത് എല്ലാവരുടെയും ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിനിമയിലുള്ളവരെ ഇത് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് ഓരോരുത്തർ അവർ ചെയ്യുന്ന, അപ്പം നമ്മളിനി ഇതിനെപ്പറ്റി നോക്കിയിട്ടോ പിടിച്ചിട്ടോ കാര്യമില്ല. അപ്പം ഞാൻ അത്രയും തന്നെ അങ്ങനെ വിചാരിക്കാറുള്ളത്. ഈ സ്വാമി അയ്യപ്പൻ ദേവി മഹാത്മ്യം ഇതിലൊക്കെ ദേവിയായിട്ടാണ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. പക്ഷേ യക്ഷിയായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് സീരിയൽ അഭിനയിക്കുന്നത് യക്ഷിയായിട്ടാണ്. എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ വശ്യ സൗന്ദര്യം കാണുമ്പോൾ എല്ലാവരും യക്ഷി സൗന്ദര്യം എന്നൊക്കെ പറയില്ല, അത്തരത്തിലൊക്കെ ആരെങ്കിലും എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയാണോ? എന്നോട് എല്ലാവരും പറയാറുള്ളത് യക്ഷിയുടെ ഒരു സൗന്ദര്യം അങ്ങനെ പറയാറില്ല. പക്ഷെ ഈ ഒരു ദേവിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടോ, അല്ലെ ദൈവികമായിട്ടുള്ള ഒരു മുഖാണെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഈ റീൽസിലൊക്കെ കാണുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഒരു വശ്യ സൗന്ദര്യം കൂടെ ആവുമ്പോൾ ആ ഒരു യക്ഷിയൊക്കെ പോലൊക്കെ സങ്കല്പിക്കാൻ എനിക്കും തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, എനിക്ക് അങ്ങനെ ചിന്തിച്ചതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമാണ്. ഈ ഒരു സർവൈവൽ പീരീഡ് കടന്നു വന്ന ആളാണ്. അപ്പം ഒരുപാട് പേർക്ക് ഇൻസ്പയറിങ് ആവുന്നുണ്ട്. ഇപ്പോൾ ആ ജീവിതമൊക്കെ എങ്ങനെയാണ് ഒരു സ്ത്രീ ഇങ്ങനെ സർവൈവ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. അപ്പോൾ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും മനസ്സിനകത്ത് ഊർജം നമ്മൾ സ്വയം കണ്ടെത്തണ്ടേ? ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാൻ നിന്നവരൊക്കെ ചിലപ്പോൾ